സ്കിൻ കെയർ എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞ് ഞാൻ കുറേ നാൾ ചെയ്യാണ്ടിരുന്നത്. അങ്ങനെ സ്കിൻ കെയർ എക്സ്പെൻസീവ് ആണെന്നോ അല്ലെങ്കിൽ എവിടെ തുടങ്ങണമെന്നോ അറിയാണ്ട് ചെയ്യാണ്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരാം. സ്കിൻ കെയർ റൂട്ടീൻ എങ്ങനെയാണെന്ന് അറിയാത്തവർ ആകെ യൂസ് ചെയ്യേണ്ടത് ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, തീർന്നു. ഈ ബാക്കി നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോയാൽ മതി. അല്ലെങ്കിൽ ചുമ്മാ ഓവറാക്കി ചളമാക്കണ്ട. എനിക്ക് വർക്കായ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കാണിച്ചാൽ എന്റെ നല്ല അടിപൊളി ഡ്രൈ സ്കിന്നാണ്. ഫസ്റ്റ് വൺ എന്റെ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുന്നത് ഹിമാലയയുടെ ഫേസ് വാഷ്. അതിന്റെ ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്ലെമിന്റെ ഈ നിയാസിനിമയുടെ ഫേസ് വാഷ് ആണ്. ഇത് ഭയങ്കര ജെന്റിലാണ്, ഒട്ടും ഡ്രൈ ആക്കത്തില്ല. പിന്നെ നമുക്ക് വേണ്ട അത്യാവശ്യ സാധനമാണ് മോയ്സ്ചറൈസർ. അതെല്ലാവരുടെ ഉള്ള സാധനമാണ് ഈ പോൺസിന്റെ മോയ്സ്ചറൈസർ. പക്ഷെ ഇത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് കോമഡോജനിക് അല്ല എങ്കിൽ മാത്രം യൂസ് ചെയ്യുക. എന്തിനല്ല കോമഡോജനിക് ആണ്, അതായത് പോഴ്സിന്റെ അകത്ത് ഫില്ല് ചെയ്ത് എപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ ബംസ് വരും. അങ്ങനെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്തിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഈ പ്രൊഡക്റ്റ് കാരണമാണ്. ഇത് നിങ്ങൾ എത്രയും പെട്ടെന്ന് മാറ്റുക. അല്ലാത്തവർക്കാണെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഡ്രൈ ടു ആക്നെ പ്രോൺ അല്ലാത്തവർക്ക് ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാണ്. ഇത് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക്, ആക്നെ പ്രോൺ ആണെങ്കിലും ഇത് നല്ലതാണ്. കുറച്ച് ഇത്രയും അഫോർഡബിൾ ആയിട്ട് ഇത്രയും അടിപൊളിയായിട്ട് ഒരു സൺസ്ക്രീൻ നിങ്ങൾക്ക് കിട്ടത്തേ ഇല്ല. ഇത് തന്നെ നിങ്ങൾ മേടിച്ചുള്ള അണ്ടർ റേറ്റഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു സൺസ്ക്രീൻ ആണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് വേണ്ടവർ എന്നെ ഫോളോ ചെയ്തിട്ട് ലിങ്ക് എന്ന് കമന്റ് ചെയ്യുക. അല്ലെങ്കിൽ എനിക്ക് റിലേറ്റ് ചെയ്താലും മതി. ഓക്കെ, ബൈ ഗേൾ.